വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം പുറത്ത് നല്ല മഴയാണ്. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. നമ്മളിന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഒരു റിമോട്ട് ജോബാണ്. നമുക്ക് വീട്ടിലിരുന്നിട്ട് മലയാളത്തിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പെർ ഹവറിനാണ് എമൗണ്ട് വരിക. അത് നമ്മൾ എത്ര മണിക്കൂർ പഠിപ്പിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് എമൗണ്ട് ആഡ് ആയിക്കൊണ്ടിരിക്കും. എന്തൊക്കെ സ്കില്ല് വേണം, എക്സ്പീരിയൻസ് എത്രയാണ്, ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ മലയാളത്തിലാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഓൺലൈൻ മലയാളം ട്യൂട്ടറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓൺലൈൻ ജോബ് അല്ലെങ്കിൽ സർക്കാർ ജോബ് ജോബ് വേക്കൻസികളുടെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ ഓൺലൈൻ മലയാളം ടീച്ചർ അല്ലെങ്കിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം വന്നിട്ടുണ്ട്. സ്ഥലമെന്ന് പറയുന്നത് തൃശ്ശൂർ കേരളയാണ്. റിമോട്ട് വർക്കാണ് വരുന്നത്. ഫ്യൂച്ചർ അക്കാഡമിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പെർ ഹവറിന് 150 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യുക. നമുക്ക് പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അവർ പറഞ്ഞിരിക്കുന്ന ആർ യു പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ് ദ ബ്യൂട്ടിഫുൾ മലയാളം ലാംഗ്വേജ്, വി ആർ ലുക്കിംഗ് ഫോർ എ ഡെഡിക്കേറ്റഡ് ആൻഡ് സ്കിൽഡ് ഓൺലൈൻ മലയാളം ടീച്ചർ ടു join our team and help students masters the language from the comfort for their own home. അപ്പം നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് കുട്ടികളെ അവരെ മദർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ മലയാളത്തിലുള്ള മലയാള ലാംഗ്വേജിന് അവരെ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ അവരെ കൂടുതൽ കംഫർട്ടബിളും അതുപോലെ തന്നെ മലയാള ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഒരു മലയാളം ടീച്ചറിൻ്റെ ജോലി ചെയ്യാൻ പാഷനേറ്റ് ആണ്, ഇൻട്രസ്റ്റ് ആണ്, അങ്ങനെയുള്ളവരെയാണ് അവർ ഈ ഒരു അവരുടെ ടീമിലേക്ക് അവർ ക്ഷണിക്കുന്നത്. അപ്പം ഇതിൽ ഓൺലൈൻ മലയാളം ടീച്ചർ എന്ന പോസ്റ്റിങ്ങിലേക്കാണ് അവർ വിളിക്കുക. റിമോട്ട് ജോബാണ് വരിക. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി എൻഗേജ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് ഓൺലൈൻ മലയാളം ക്ലാസ്സസ്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് ഓൺലൈൻ ക്ലാസ്സസുകൾ എടുക്കുക. അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് ഇൻറ്ററാക്റ്റ് ഒക്കെ ചെയ്യാം. ക്രിയേറ്റീവ് ലെസൺ പ്ലാൻസ് ആൻഡ് ലേൺ മെറ്റീരിയൽസ് ടൈൽഡ് ടു സ്റ്റഡി സ്റ്റുഡൻസ് ലെവലിൻ്റെ ഇതനുസരിച്ച് നമ്മൾ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ആൻഡ് സപ്പോർട്ട് ടു സ്റ്റുഡൻസ്, കുട്ടികൾക്ക് വേണ്ടുന്ന സപ്പോർട്ടും ഫീഡ്ബാക്കും ഒക്കെ നമ്മൾ നൽകുക. പിന്നെ എൻഷുറിങ് എ പോസിറ്റീവ് ആൻഡ് എൻകറേജിങ് ലേൺ എൻവയോൺമെൻറ്റുമായിട്ട് കണക്റ്റ് ആകത്തക്ക രീതിയിൽ നമ്മൾ അവരുമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ റെഗുലർ അസൈൻമെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് പ്രോഗ്രസ്, കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അസൈൻമെൻ്റ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. പിന്നെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ മലയാളം. ഡിഗ്രിയിൽ നമുക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം, മലയാളത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ BEd ആവശ്യമാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മിനിമം 2 ഇയേഴ്സ്, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നവർക്കും, അതുപോലെ തന്നെ പ്രൊഫഷ്യൻസി ഇൻ ബോത്ത് റൈറ്റിംഗ് ആൻഡ് സ്പോക്കൺ ഇൻ മലയാളത്തിൽ എഴുതാനും വായിക്കാനും അറിയാവുന്നവർക്കും, അതുപോലെ തന്നെ സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കില്ല്, മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് ഇടപെടാനും, മലയാളത്തിൽ ആണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനും ഇടപെടാനും പറ്റുന്നവരായിരിക്കണം. എക്സ്പീരിയൻസ് വിത്ത് ഓൺലൈൻ ടീച്ചിങ് ടൂൾസ്, ഓൺലൈനായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ടൂൾസ് എന്ന് വെച്ചാൽ മുൻപരിചയം, അത്രയേ ഉള്ളൂ. പിന്നെ പേഷ്യൻസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി ടു സ്റ്റുഡൻസ് നീഡ്സ്, സ്റ്റുഡൻസിൻ്റെ ആവശ്യം മനസ്സിലാക്കി നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവരുടെ ആവശ്യം എന്താണ് അത് മനസ്സിലാക്കിയിട്ട് അത് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് അവർ പറയുന്നത്. പിന്നെ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. ടീച്ചിങ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ
പ്രീവിയർ എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് മലയാളം. മലയാളത്തിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് വേണം, ആവശ്യമാണ്. അപ്പം സാലറിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, പെർ ഹവറിന് 150 രൂപ വെച്ചായിരിക്കും കിട്ടുക. എഡ്യൂക്കേഷൻ വരിക എന്താണ്, ബാച്ചിലർ ഡിഗ്രി ആയിരിക്കും. അപ്പം താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മലയാളം മലയാളമാണ് നിങ്ങൾ ഡിഗ്രിയിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതല്ല നിങ്ങൾ ജസ്റ്റ് BEd പാസ്സായിട്ടുള്ളവരാണെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ BEd ഏത് ലാംഗ്വേജിൽ BEd എടുത്താലും നമ്മുടെ കോമൺ ലാംഗ്വേജ് മലയാളമാണല്ലോ. അപ്പോൾ നമുക്ക് എന്താണേലും വായിക്കാനും എഴുതാനും ഒക്കെ അറിയാവുന്നവരായിരിക്കും. അപ്പം അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ, സീ യു.